നമസ്കാരം, റോസസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. വെണ്ടയ്ക്ക കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഇവിടെ വെണ്ടയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സബോള 1 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില, ഇഞ്ചി ആവശ്യത്തിന് ചെറിയൊരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമ്മൾ ആദ്യം തന്നെ നമ്മുടെ വെണ്ടയ്ക്കയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി പുരട്ടി മാറ്റി വയ്ക്കുക. ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ പാൻ നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് അതിലേക്ക് ഇടാം. ആദ്യം തന്നെ ഇഞ്ചി നന്നായി ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ സബോള ഇട്ട് ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് റോസസ് കിച്ചൺ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.